ഇന്ത്യയിലെ വ്യോമഗതാഗതം. ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന സ്ഥാപനം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRT ടാറ്റ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് എയർലൈൻസ് എയർ ഡെക്കാൻ. ഈ 4 പോയിന്റുകൾ ഒന്നുകൂടി പറയുകയാണ്. ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന സ്ഥാപനം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRT ടാറ്റ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് എയർലൈൻസ് ആണ് എയർ ഡെക്കാൻ. ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരൻ JRT ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി സ്പൈസ് ജെറ്റ്. ഒന്നുകൂടി പറയാണ്. ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരൻ JRT ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി സ്പൈസ് ജെറ്റ്. അടുത്തതായി ടാറ്റ എയർലൈൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 JRT ടാറ്റയാണ് ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത്. ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെയായിരുന്നു. ആദ്യ സർവീസിൽ കറാച്ചി മുതൽ മുംബൈ വരെ വിമാനം പറത്തിയത് JRT ടാറ്റയായിരുന്നു. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയ വർഷം 1946. 1953 ഓഗസ്റ്റ് 1 ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാത്കരിച്ചതോടെ എയർ ഇന്ത്യയുടെ ഭൂരിഭാഗം ഓഹരിയും കേന്ദ്ര സർക്കാർ ടാറ്റയിൽ നിന്ന് വാങ്ങി. അങ്ങനെ എയർ ഇന്ത്യ ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായി മാറി. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 JRT ടാറ്റയാണ് ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത്. ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെയായിരുന്നു. ആദ്യ സർവീസിൽ കറാച്ചി മുതൽ മുംബൈ വരെ വിമാനം പറത്തിയത് JRT ടാറ്റയായിരുന്നു. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയ വർഷം 1946. 1953 ഓഗസ്റ്റ് 1 ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാത്കരിച്ചതോടെ എയർ ഇന്ത്യയുടെ ഭൂരിഭാഗം ഓഹരിയും കേന്ദ്ര സർക്കാർ ടാറ്റയിൽ നിന്ന് വാങ്ങി. അങ്ങനെ എയർ ഇന്ത്യ ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായി മാറി. അടുത്തതായി എയർ ഇന്ത്യ. എയർ ഇന്ത്യ നിലവിൽ വന്നത് 1948 മാർച്ച് 8. ഔദ്യോഗിക ചിത്രം ചുവന്ന പശ്ചാത്തലത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രം. ഔദ്യോഗിക ചിഹ്നം മഹാരാജ. ആദ്യ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെ. 1948 ജൂൺ 8 ആദ്യ അന്താരാഷ്ട്ര സർവീസ് നടത്തിയത്. ആദ്യമായി ജെറ്റ് വിമാന സർവീസ് ആരംഭിച്ചത് 1960. ആദ്യ ജെറ്റ് വിമാനത്തിൻ്റെ പേര് നന്ദാദേവി. ആഭ്യന്തര സർവീസുകൾ നടത്താനായി സ്ഥാപിച്ച സഹസ്ഥാപനമാണ് ഇന്ത്യൻ എയർലൈൻസ്. 2005 ഇന്ത്യൻ എയർലൈൻസിൻ്റെ പേര് ഇന്ത്യൻ എന്നാക്കി. 2007 ഇന്ത്യൻ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ചു. ഒരിക്കൽ കൂടി പറയുകയാണ്. എയർ ഇന്ത്യ നിലവിൽ വന്നത് 1948 മാർച്ച് 8. ഔദ്യോഗിക ചിത്രം ചുവന്ന പശ്ചാത്തലത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രം. ഔദ്യോഗിക ചിഹ്നം മഹാരാജ. ആദ്യ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെ. 1948 ജൂൺ 8 ആദ്യ അന്താരാഷ്ട്ര സർവീസ് നടത്തിയത്. ആദ്യമായി ജെറ്റ് വിമാന സർവീസ് ആരംഭിച്ചത് 1960. ആദ്യ ജെറ്റ് വിമാനത്തിൻ്റെ പേര് നന്ദാദേവി. ആഭ്യന്തര സർവീസുകൾ നടത്താനായി സ്ഥാപിച്ച സഹസ്ഥാപനമാണ് ഇന്ത്യൻ എയർലൈൻസ്. 2005 ഇന്ത്യൻ എയർലൈൻസിൻ്റെ പേര് ഇന്ത്യൻ എന്നാക്കി. 2007 ഇന്ത്യൻ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ചു. ഏറ്റവും അധികം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനങ്ങൾ. കേരളം, തമിഴ്നാട്. 4 വീതം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഉള്ളത്. കൊച്ചി വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ. ഉദ്ഘാടനം ചെയ്തത് 2018 ഡിസംബർ 9. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്തർദേശീയ വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1.
ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം കൊച്ചി. പൊതു സ്വകാര്യ സഹകരണത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി. ഒന്നുകൂടി പറയുകയാണ്, ഏറ്റവും അധികം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്. 4 വീതം. കൊച്ചി വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ. ഉദ്ഘാടനം ചെയ്തത് 2018 ഡിസംബർ 9. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്തർദേശീയ വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം കൊച്ചി. പൊതു സ്വകാര്യ സഹകരണത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി. അടുത്തതായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട വിമാനത്താവളങ്ങൾ: ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. സീറോ എയർപോർട്ട്, അരുണാചൽ പ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്, അഹമ്മദാബാദ്. കെമ്പഗൌഡ എയർപോർട്ട്, ബംഗളൂരു. ഡംബോളിം എയർപോർട്ട്, ഗോവ. ലോകപ്രിയ ഗോപിനാഥ് ബർദോള എയർപോർട്ട്, ഗുവാഹട്ടി. ജയപ്രകാശ് നാരായൺ എയർപോർട്ട്, പാട്ന. ഛത്രപതി ശിവജി എയർപോർട്ട്, മുംബൈ. ജോളി ഗ്രാൻഡ് എയർപോർട്ട്, ഡെറാഡൂൺ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുശോക് ബാകുല റിംപോച്ചെ വിമാനത്താവളം, ലേ ലഡാക്ക്. ആവർത്തിക്കുകയാണ്: ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. സീറോ എയർപോർട്ട്, അരുണാചൽ പ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്, അഹമ്മദാബാദ്. കെമ്പഗൌഡ എയർപോർട്ട്, ബംഗളൂരു. ഡംബോളിം എയർപോർട്ട്, ഗോവ. ലോകപ്രിയ ഗോപിനാഥ് ബർദോള എയർപോർട്ട്, ഗുവാഹട്ടി. ജയപ്രകാശ് നാരായൺ എയർപോർട്ട്, പാട്ന. ഛത്രപതി ശിവജി എയർപോർട്ട്, മുംബൈ. ജോളി ഗ്രാൻഡ് എയർപോർട്ട്, ഡെറാഡൂൺ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുശോക് ബാകുല റിംപോച്ചെ വിമാനത്താവളം, ലേ ലഡാക്ക്. ഗ്രീൻഫീൽഡ് വിമാനത്താവളം. പ്രകൃതി വിഭവങ്ങൾക്ക് കാര്യമായ കോട്ടം തട്ടാതെ ഉപയോഗശൂന്യമായ ഭൂമിയോ പുൽമേടുകളോ ആണ് ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. പൊതു സ്വകാര്യ സഹകരണത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൊച്ചി. ഒരിക്കൽ കൂടി പറയുകയാണ്: പ്രകൃതി വിഭവങ്ങൾക്ക് കാര്യമായ കോട്ടം തട്ടാതെ ഉപയോഗശൂന്യമായ ഭൂമിയോ പുൽമേടുകളോ ആണ് ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. പൊതു സ്വകാര്യ സഹകരണത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൊച്ചി. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് എഡ്യൂട്രസ്റ്റ് അക്കാഡമിയുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. താങ്ക് യു. കേരള PSC പരീക്ഷകളിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി ഒരുക്കുന്നത്. അൺഅക്കാഡമിയിലെ ക്ലാസുകൾ സൗജന്യമായി കാണാൻ ആഗ്രഹിക്കുന്നവർ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം ക്ലാസുകൾ കാണാൻ എഡ്യൂട്രസ്റ്റ് 10 എന്ന അൺലോക്ക് കോഡ് യൂസ് ചെയ്യുക. വളരെയധികം ക്ലാസുകൾ നിങ്ങൾക്ക് സൗജന്യമായി അവിടെ ലഭിക്കുന്നു. എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ പരീക്ഷകൾക്കും സിലബസ് അനുസൃതമായ ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. എല്ലാ ദിവസവും ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സായാൽ തന്നെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കുന്നു. ലൈവായി ചാറ്റ് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. അൺഅക്കാഡമി പ്ലസിലുള്ള ബാച്ച് കോഴ്സുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓരോ പരീക്ഷകൾക്കും അനുസൃതമായി സിലബസ് ഓറിയൻറ്റഡായി തയ്യാറാക്കിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കുന്നു. ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ഈ ബാച്ച് കോഴ്സുകൾ ഏറ്റവും പുതിയ സിലബസ് അനുസൃതമായി ഏറ്റവും പുതിയ ചോദ്യ രീതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള
കോഴ്സായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ എല്ലാ കോഴ്സിനും ഒപ്പം ടെസ്റ്റ് സീരീസുകളും നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സൗജന്യ ടെസ്റ്റ് സീരീസുകളിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കുന്നവർക്ക് സമ്മാനങ്ങളും അക്കാഡമി നൽകുന്നുണ്ട്. ഇതുകൂടാതെ അക്കാഡമിയിൽ പുതിയൊരു കാറ്റഗറി കൂടി ആരംഭിച്ചിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഒരു ഡെഡിക്കേറ്റഡ് കാറ്റഗറി തന്നെ അക്കാഡമി ആരംഭിച്ചിരിക്കുന്നു. എത്രയും വേഗം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എഡ്യൂത്രസ്റ്റ് 10 എന്ന റഫറൽ കോഡ് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊന്നിച്ച് പഠിച്ച് മുന്നേറാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.